കൽക്കരി ഖനനത്തിനുള്ള അനുമതി ക്രമവിരുദ്ധമായാണ് നൽകപ്പെട്ടത് എങ്കിലും നൽകിയ ലൈസൻസുകൾ റദ്ദാക്കുന്നില്ല എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. അത് കാണുക സിറാജ് എന്ന പത്രത്തിൻ്റെ ഒന്നാം പുറത്തെ ലീഡ് വാർത്ത. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ കൽക്കരിപ്പാടം അനുവദിച്ചത് ഉടനടി റദ്ദാക്കുന്നില്ല എന്ന് പറഞ്ഞ കോടതി ഈ കൽക്കരിപ്പാടങ്ങൾ പുനർവിതരണം ചെയ്യാൻ എന്തു വേണമെന്ന് തീരുമാനിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ സമിതി രൂപവൽക്കരിക്കാനും നിർദ്ദേശിച്ചു. ഇതൊരു നിർദ്ദേശം മാത്രമാണെന്നും ഇതിലും മെച്ചപ്പെട്ട സംവിധാനമുണ്ടെങ്കിൽ അത് പരിഗണിക്കാമെന്നും ബെഞ്ച് വ്യക്തമാക്കി. NDA, UPA സർക്കാരുകൾ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയും ഒട്ടും സൂക്ഷ്മതയില്ലാതെയുമാണ് പാടങ്ങൾ വിതരണം ചെയ്തത് എന്നും സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്ന് സിറാജിൻ്റെ ലീഡ് വാർത്ത ഇന്ന് നമ്മോട് പറയുന്നു. മോദി അധികാരത്തിൽ കയറി അദ്ദേഹം ധാരാളം നവീകരണങ്ങൾക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വലിയ നിലവാരത്തിലൊരു വേവ് തന്നെ സൃഷ്ടിച്ചാണ് മോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നത്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യം, അദ്ദേഹം അധികാരത്തിലേക്ക് ആരോഹണം നടത്തിയ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റായിരുന്നു ഉപതിരഞ്ഞെടുപ്പുകൾ. ഇന്നലെ ഈ പങ്ക്തിയിൽ പറഞ്ഞതുമാതിരി 18 മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പുകൾ വന്നപ്പോൾ ഇന്ത്യ തരുന്ന പുതിയ സന്ദേശം എന്ത്? മാതൃഭൂമിയുടെ ഒന്നാം പുറം വാർത്ത കാണുക. ബീഹാർ ലാലു നിതീഷ് സഖ്യത്തിന് BJPക്ക് കർണാടകത്തിലും തിരിച്ചടി എന്ന് പറയുമ്പോൾ ബെല്ലാരിയിൽ പോലും BJP തോറ്റ് തൊപ്പിയിട്ടു. മാതൃഭൂമിയുടെ ഒന്നാം പേജ് വാർത്ത അതാണ് കാണുക. നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരമേറ്റ ശേഷം ആദ്യമായി നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് തിരിച്ചടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരിയ ബീഹാറിൽ JDU, RJD, കോൺഗ്രസ് വിശാല മതേതര സഖ്യം അവർക്ക് കനത്ത തിരിച്ചടി നൽകി. ഏറെക്കാലം BJPയുടെ കോട്ടയായിരുന്ന കർണാടകത്തിലെ ബെല്ലാരി കോൺഗ്രസ് തിരിച്ചു പിടിച്ചു. BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ അവർ മുൻതൂക്കം നിലനിർത്തിയെങ്കിലും ഒരു സിറ്റിംഗ് സീറ്റ് നഷ്ടമായി. പഞ്ചാബിൽ അകാലിദൾ BJP സഖ്യവും കോൺഗ്രസും ഓരോ സീറ്റ് നേടി. രാജ്യത്താകമാനം 18 നിയമസഭാ സീറ്റുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 7 എണ്ണത്തിൽ മാത്രമാണ് BJPക്ക് ജയിക്കാനായത്. ഒരു സീറ്റിൽ സഖ്യകക്ഷിയായ അകാലിദളും ജയിച്ചു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ മറ്റ് മതേതര ശക്തികൾ ഒന്നിച്ചു നിന്നാൽ 39% ബദലായി 61% വിജയിക്കും എന്ന ലളിതമായ ഗണിതശാസ്ത്ര യുക്തി ഫലപ്രദമായിരിക്കുന്നു. ഈ 18 മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ BJPക്ക് കർണാടകത്തിൽ പോലും തിരിച്ചടി നേരിടേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലെ വിശാല സഖ്യം ജയിക്കുന്നു എന്ന സൂചന കൂടി ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തരുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇതേ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ട് മോദിക്ക് ഫലപ്രദമായി അദ്ദേഹത്തിൻ്റെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നിലനിർത്താൻ കഴിയാതെ പോയി ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ രംഗത്ത്? BJP അതേ സംബന്ധിച്ച് കാവ്യാത്മകമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. കാണുക. ഉപതെരഞ്ഞെടുപ്പിൽ മോദി തരംഗം ഉണ്ടായില്ല എന്ന് BJP. ബീഹാറിൽ RJD, JDU സഖ്യം വെല്ലുവിളി എന്നാണ് BJP പറയുന്നത്. മലയാള മനോരമ ആ വാർത്ത ഉൾപ്പേജിൽ തരുന്നു. അതിങ്ങനെ: നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ മോദി തരംഗം ഫലിച്ചില്ല എന്ന് ബീഹാറിൽ നിതീഷ് കുമാർ ലാലു യാദവ് സഖ്യം വെല്ലുവിളിയാണ് എന്നും BJP കേന്ദ്ര നേതൃത്വം തുറന്നു സമ്മതിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മോഡി തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാത്തതിനെ തിരമാലകൾ സമുദ്രത്തിലാണ് ഉണ്ടാകുന്നത് എന്നും നദികളിൽ തിരമാലകൾ ഉണ്ടാകാറില്ല എന്നും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ മഹാസമുദ്രത്തിലുണ്ടായ മോദി തരംഗമുണ്ടല്ലോ, ആ തിരമാല അതിത്തവണ ഉണ്ടാകാതെ പോയതിന് കാരണം ഇതാണ് ഒക്കെയുമാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം കാവ്യാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പത്രങ്ങൾ നമുക്ക് തരുന്ന ഒരു മരണവാർത്തയുണ്ട്. റിച്ചാർഡ് ആറ്റൻബറോ അന്തരിച്ച വാർത്ത എല്ലാ പത്രങ്ങളും ഗൗരവതരമായി തന്നെ തന്നിരിക്കുന്നു. കേരളകൗമുദി ആകട്ടെ ആ വാർത്ത ഒന്നാം പേജിൽ ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു. റിച്ചാർഡ് ആറ്റൻബറോ ഓർമ്മയായി. ഗാന്ധി എന്ന ഐതിഹാസികമായ സിനിമയിലൂടെ ലോകജനതയെ വിസ്മയിപ്പിച്ച സംവിധായകനും പ്രശസ്ത നടനുമായ റിച്ചാർഡ് ആറ്റൻബറോ അന്തരിച്ചു. ഗാന്ധിക്ക് മികച്ച ചിത്രത്തിനും സംവിധായകനും ഉൾപ്പെടെ 8 ഓസ്കാറുകളാണ് ലഭിച്ചത്. വീഴ്ചയിൽ പരിക്കുപറ്റി 6 വർഷമായി വീൽ ചെയറിലായിരുന്ന അദ്ദേഹത്തിൻ്റെ മരണം മകൻ മൈക്കിൾ ആറ്റൻബറോയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ രാവിലെ 5 മണി മുതൽ തന്നെ ആ വാർത്ത പ്രക്ഷേപണം ചെയ്തിരുന്നു. ഇനി ഗാന്ധി എന്ന സ്വപ്നത്തിലേക്ക് ആറ്റൻബറോ എന്ന അനശ്വരനായ സംവിധായകൻ നടന്ന് നീങ്ങിയ
കഷ്ടപ്പാടുകൾ നിറഞ്ഞ പാതയെക്കുറിച്ച് കൂടി കേരള കൗമുദി ഉപചാരപൂർവ്വം ഓർക്കുന്നു. കാണുക. ആറ്റൻബറോ 1982 സംവിധാനം ചെയ്ത ഗാന്ധി ലോക ക്ലാസിക്കുകളുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 20 വർഷത്തോളം മനസ്സിൽ കൊണ്ടു നടന്ന ഗാന്ധി എന്ന സ്വപ്നം സാമ്പത്തിക പരാജയം ഭയന്ന് ആരും നിർമ്മിക്കാൻ തയ്യാറാകാത്തതിനാൽ ആറ്റൻബറോ തൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ വിറ്റും ലണ്ടനിലൂടെ വീട് പണയപ്പെടുത്തിയുമാണ് പൂർത്തിയാക്കിയത്. ഗാന്ധിയെ ഇന്ത്യക്കാരല്ലാത്തവരാണ് കണ്ടെത്തുന്നത് ഒരിക്കൽ കൂടി എന്നാണ് ഈ വാർത്ത നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് മാധ്യമത്തിൻ്റെ ഒന്നാം പുറം പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധിപ്പിച്ച കോടതിയുടെ നിലപാട് നമുക്ക് തരുന്നു. കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഉദാസീനത പുലർത്തുകയാണ്. മാധ്യമത്തിൻ്റെ ഒന്നാം പുറം വാർത്ത കാണുക. ഗാഡ്ഗിലോ കസ്തൂരിരംഗനോ ഉടൻ അറിയിക്കണമെന്ന് ഹരിത ട്രൈബ്യൂണൽ. പശ്ചിമഘട്ട സംരക്ഷണത്തിന് ഗാഡ്ഗിൽ റിപ്പോർട്ടാണോ കസ്തൂരിരംഗൻ റിപ്പോർട്ടാണോ നടപ്പാക്കുന്നത് എന്ന് ബുധനാഴ്ച അന്തിമമായി അറിയിക്കണമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാട് അറിയിക്കാൻ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അതിന് സന്നദ്ധമാകാതിരുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ ട്രൈബ്യൂണൽ അധ്യക്ഷൻ ജസ്റ്റിസ് സ്വതന്ത്രകുമാർ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. കൽക്കരിപ്പാടം സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നു. വിധിയായില്ല. വിധിയും നിരീക്ഷണവും തമ്മിൽ 1 മാസത്തെ അകലമുണ്ടാകും. അപ്പോൾ തന്നെ കാഴ്ചപ്പാട് പേജിൽ മനോരമ ഒരു ഹ്രസ്വലേഖനം തന്നിട്ടുണ്ട്. കൽക്കരിപ്പാടങ്ങൾ നിയമലംഘനം കണ്ടെത്തിയത് സുപ്രീം കോടതി നടപടിയുടെ 1-ാം ഭാഗമാണ്. 2-ാം ഭാഗം വരാനിരിക്കുന്നേ ഉള്ളൂ. കാണുക. 1993 മുതൽ സ്വകാര്യ കമ്പനികൾക്കും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കൽക്കരിപ്പാടങ്ങൾ അനുവദിച്ചതിൽ നിയമലംഘനം കണ്ടെത്തിയത് സുപ്രീം കോടതി നടപടി 1-ാം ഭാഗമാണ്. അനധികൃതമായ നടപടിക്ക് വിധേയമാക്കപ്പെട്ട കൽക്കരിപ്പാടങ്ങൾ എന്തു ചെയ്യണമെന്ന് ഇനി തീരുമാനിക്കും. അതിനാണ് അടുത്ത മാസം 1 മുതൽ വാദം കേൾക്കുന്നത് എന്നുകൂടി ഈ ലേഖനത്തിൽ മലയാളം മനോരമ നമുക്കും തന്നിരിക്കുന്നു. ഇനി വരേണ്ടത് കാർട്ടൂണാണ്. തുടർന്ന് ചിത്രവും. സഹന സമരത്തെ ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമായി പരിവർത്തിപ്പിച്ച ആദ്യ ലോക നേതാവ് മഹാത്മാഗാന്ധിയാണ് എന്ന് നമുക്കറിയാം. സഹന സമരത്തിന് എത്രയെത്ര പുതിയ മുഖങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബക്കറ്റിൽ നിറച്ച ഐസ് വെള്ളം കൊണ്ടുള്ള കുളിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ ബക്കറ്റ് ചലഞ്ച് എന്നാണ് അതിൻ്റെ പേര്. ഏറ്റവും പുതിയ ഇനമായി രംഗത്ത് വന്നിരിക്കുന്നത്. ശേഷം ഈ കാർട്ടൂൺ ഒന്ന് കാണാം. 18 നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. BJPക്ക് പുറകോട്ടടിയുണ്ടായി. ഇനി അതിൻ്റെ അന്തർഗതങ്ങൾ എന്ത്? കോൺഗ്രസിൻ്റെ പിടലിയിൽ ലാലുവും നിതീഷും ചേർന്നാൽ പൊക്കത്തിൻ്റെ കാര്യത്തിൽ മോദിക്കൊപ്പം എത്തുമെന്ന് ഈ കാർട്ടൂൺ പറയുന്നു. മോദിക്കോ പരീക്ഷണത്തിൻ്റെ ഹിമസ്നാനം, ഐസ് സ്നാനം. ഈ സുരേന്ദർ കാർട്ടൂൺ ഹിന്ദുവാണ് നമുക്ക് തരുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. വാവാ സുരേഷാണ് മലയാളിയുടെ പാമ്പ് പിടുത്തക്കാരൻ. ഗിന്നസ് ബുക്കിലും അദ്ദേഹം എത്തുന്നു എന്ന് കേൾക്കുന്നു. സുരേഷിൻ്റെ ഒരു സാഹസികത കൂടി നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഇത് വാവാ സുരേഷും പത്തി വിടർത്തിയ മൂർഖൻ പാമ്പുമാണ്. തിരുവനന്തപുരം തിരുമല കുശക്കോട് ക്ഷേത്രത്തിന് സമീപം നിന്ന് പിടിച്ച മൂർഖനുമായുള്ള വാവാ സുരേഷ് ചിത്രം മാതൃഭൂമിയുടെ നഗരം പേജാണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണം. നൈസ് ഡേ.